നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റിന്റെ ഒരു ചാമ്പ്യൻ സീരീസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് മൊഡ്യൂളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ എന്താണ്, കാർനോട്ട് എഞ്ചിൻ, അതിന്റെ വർക്കിംഗ് എന്താണ്, അതേപോലെ എഞ്ചിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹീറ്റ് ട്രാൻസ്ഫർ, തെർമോഡൈനാമിക്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മുടെ SI എഞ്ചിൻ അല്ലെ, എഞ്ചിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, എഞ്ചിൻ അതിന്റെ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ അല്ലെ. പെട്രോൾ എഞ്ചിൻ വിളിക്കുന്ന വേറെ പേര് എന്തായിരുന്നു മക്കളെ? നമ്മൾ എന്തായിരുന്നു? SI എഞ്ചിൻ, സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ, 4 സ്ട്രോക്ക് സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ അല്ലെങ്കിൽ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കംപ്രഷൻ റേഷ്യോ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ഡീസൽ എഞ്ചിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ നമ്മൾ എന്താണ് CI എഞ്ചിൻ എന്നാണ് പറയുന്നത്. CI എഞ്ചിൻ നോക്കിയ മക്കളെ, ആ ഫിഗർ നോക്കിയ ഫിഗർ ആകെ ഒരൊറ്റ ചേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ആകെ ഒരൊറ്റ ചേഞ്ച് മാത്രമേ ഉള്ളൂ. എന്താണ്? ഫ്യൂൽ ഇഞ്ചക്ടർ അല്ലെ. സ്പാർക്ക് പ്ലഗ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഫ്യൂൽ ഇഞ്ചക്ടർ. അതിൽ നോക്കിയേ സ്പാർക്ക് പ്ലഗ്, ആ ഫിഗർ നോക്കിയേ. സ്പാർക്ക് പ്ലഗിന്റെ സ്ഥലത്ത് ഞാൻ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്? ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ വെച്ചിട്ട് ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗിന്റെ സ്ഥലത്ത് ഞാനൊരു ഫ്യൂൽ ഇഞ്ചക്ടർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അതിൽ സീക്വൻസ് ഓഫ്, ഞാൻ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻസിൽ ഒരിക്കലും നമുക്ക് എന്ത് വരുന്നില്ല? ചേഞ്ചുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? സക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ ആൻഡ് എക്സോസ്റ്റ്. അതിൽ യാതൊരു ചേഞ്ചും ഇല്ല. അതേപോലെ തന്നെ 4 സ്ട്രോക്ക് തന്നെയാണ് അല്ലെ. 4 സ്ട്രോക്കിലാണ്. ഓരോ സ്ട്രോക്കിലും ഓരോ എന്താണ് പ്രോസസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. എന്തായിരുന്നു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ? ഒരു തവണ പിസ്റ്റൺ TDC മുതൽ BDC വരെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 1 സ്ട്രോക്ക് എന്ന് പറയുന്നത്. TDC മുതൽ BDC വരെ മൂവ് ചെയ്യുന്നതാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് 1 സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വെച്ചത് എന്താണ്? ഫ്യൂൽ ഇഞ്ചക്ടർ ഈസ് റീപ്ലേസ്ഡ്, മീൻസ് spark plug is replaced with the fuel injector. Spark plug is replaced with the fuel injector. ബാക്കി കമ്പോണൻസ് ഒന്നും വലിയ ചേഞ്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ലെറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. ബാക്കി കമ്പോണൻസ് ഒന്നും നമ്മൾ വലുതായിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. അതിലൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. സീക്വൻസ് ഓഫ് എഞ്ചിൻ ഓപ്പറേഷൻ എന്തൊക്കെയാണ്? സക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ ആൻഡ് എക്സോസ്റ്റ്. അതിൽ സക്ഷൻ സ്ട്രോക്കിൽ എന്തൊക്കെ നടക്കുന്നത് നോക്കിയേ. നമ്മൾ ആനിമേറ്റഡ് വ്യൂ ഒന്ന് നോക്കിയാൽ മക്കളെ. ആനിമേറ്റഡ് വ്യൂവിൽ എന്താ വരുന്നത്? നേരത്തെ പോലെ തന്നെ സക്ഷനിലെ പിസ്റ്റൺ അവിടുന്ന് എവിടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്? TDC to BDC വരെ മൂവ് ചെയ്യുന്നുണ്ട്. എന്താണ് എൻറ്റർ ചെയ്യുന്നത്? ഓൺലി എയർ ഈസ് എൻറ്റർ ഇൻ ടു ദ സിലിണ്ടർ. എയർ മാത്രമേ എൻറ്റർ ചെയ്യുന്നുള്ളൂ അല്ലെ. എയർ മാത്രമേ നമുക്ക് എന്തിലേക്ക് എൻറ്റർ ചെയ്യുന്നുള്ളൂ? നമ്മുടെ സിലിണ്ടറിന്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ എയർ മാത്രമാണ് എൻറ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? അവിടെ കാർബുറേറ്റർ എന്ന് പറയുന്ന ഡിവൈസിന്റെ ആവശ്യമുണ്ടോ? കാർബുറേറ്ററിന്റെ ആവശ്യമില്ല. കാർബുറേറ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്? എയറും ഫ്യൂലും കൂടി മിക്സ് ചെയ്യാൻ അല്ലെ. കറക്റ്റ് റേഷ്യോ 14.5:1 എന്ന് പറയുന്ന റേഷ്യോയില് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മുടെ കാർബുറേറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്തിന്റെ ആവശ്യമില്ല? കാർബുറേറ്ററിന്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പൊ കാർബുറേറ്റർ ഈസ് ആബ്സെൻസ് ഇൻ ഡീസൽ എഞ്ചിൻ. അത് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? പെട്രോൾ എഞ്ചിനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എയർ എൻറ്റർ ചെയ്തു. ഏകദേശം പിസ്റ്റൺ എവിടെ എത്തി? താഴ്ന്ന് ഏകദേശം TDC BDC എത്താറാകുന്ന സമയത്ത് നമ്മൾ ഏത് വാൾവ് ക്ലോസ് ചെയ്യും? ഇൻലെറ്റ് വാൾവ് ക്ലോസ് ചെയ്യും. അത് സെയിം സംഭവം തന്നെ. ഇനി അടുത്ത സ്ട്രോക്ക് ഏതാ നോക്കി? കംപ്രഷൻ സ്ട്രോക്ക് അല്ലെ. കംപ്രഷൻ സ്ട്രോക്കിൽ നേരത്തെ എന്തെങ്കിലും ചെയ്തത്? ചാർജ് ഈസ് കംപ്രസ്ഡ് ആണ്. പക്ഷെ ഇവിടുത്തെ കേസിലോ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ എയർ ഈസ് കംപ്രസ്ഡ്. എയറിന് എന്ത് ചെയ്യുന്നുണ്ട്? നല്ലതുപോലെ ഒന്ന് ചുരുക്കുന്നുണ്ട് അല്ലെ. ഒന്ന് കംപ്രസ് ചെയ്യുന്നു, പിടിച്ച് ഞെരിക്കുന്നുണ്ട്. എയർ ഈസ് കംപ്രസ്ഡ് ടു ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. എയർ ഈസ് കംപ്രസ്ഡ് ടു ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കാം? അവിടെ സ്പാർക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. സ്പാർക്ക് പ്ലഗ് നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്? ഫ്യൂൽ ഇഞ്ചക്ടർ വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്പാർക്ക് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താണ്? അവിടെ എയർ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ വെച്ചിട്ട് മൈന്യൂട്ട് ഡ്രോപ്പ്, അതായത് കംപ്രഷൻ സ്ട്രോക്കിന്റെ എൻഡിൽ ഏകദേശം പിസ്റ്റൺ പൊങ്ങി ഏകദേശം മുകളിൽ TDC എത്താറാകുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ വെച്ചിട്ട് മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ് ആയിട്ട് എന്തിനെ സ്പ്രേ ചെയ്യും? നമ്മളെ ഡീസലിനെ എവിടേക്ക് സ്പ്രേ ചെയ്യും? നമ്മുടെ സിലിണ്ടറിലേക്ക് സ്പ്രേ ചെയ്യും അല്ലെ. സിലിണ്ടറിലേക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട്. അതിന്റെ ഏകദേശം പ്രഷർ എന്ന് പറയുന്നത് 50 to 150 ബാർ ആണ് കേട്ടോ. 50 മുതൽ 150 ബാറിന്റെ ഇടയിലുള്ള ഒരു പ്രഷർ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്യൂലിനെ മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് എവിടേക്ക് സ്പ്രേ ചെയ്യുന്നത്? നമ്മുടെ സിലിണ്ടറിലേക്ക് സ്പ്രേ ചെയ്തത്. ഈ മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ് നമ്മൾ എന്തുമായിട്ടാണ് കോണ്ടാക്ട് വരുന്നത്? ഈ മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ് ഓഫ് ഫ്യൂല് നമ്മുടെ ഡീസൽ അല്ലെങ്കിൽ കംപ്രസ്ഡ് എയർ, മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ് ഓഫ് ഡീസൽ നമ്മുടെ കംപ്രസ്ഡ് എയറുമായിട്ട് കോണ്ടാക്ട് വരും. കംപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന എയറിൽ എന്തെങ്കിലും പ്രഷറും കൂടുതലായിരിക്കും, ടെമ്പറേച്ചറും കൂടുതലായിരിക്കും. ഈ മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ് ഈ എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഓട്ടോമാറ്റിക്കലി ബേൺ ചെയ്യും. ഒരു ബ്ലാസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഫ്യൂല് ഇഞ്ചക്ട് ചെയ്യുന്നത് വരെയാണ് നമ്മൾ ഏത് സ്ട്രോക്ക് എന്ന് പറയുന്നത്? നമ്മുടെ കംപ്രഷൻ സ്ട്രോക്ക്. ഓക്കെ ആണല്ലോ.
കംപ്രഷൻ സ്ട്രോക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അടുത്തേതാണ് എക്സ്പാൻഷൻ പവർ അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക്. എന്താ സംഭവിക്കുന്നത്? ഫ്യൂൽ നമ്മളെ എയറുമായിട്ട് കോൺടാക്ട് ചെയ്തു, ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ബേൺ ചെയ്യുന്നുണ്ട്. ഹൈ ഫോഴ്സിൽ പിസ്റ്റൺ എങ്ങോട്ടേക്ക് പുഷ് ചെയ്യും? താഴോട്ടേക്ക് പുഷ് ചെയ്യും. ആ പുഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കണക്ടിംഗ് റോഡ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കണക്ടിംഗ് റോഡ് വഴി നമ്മുടെ ക്രാങ്കിലേക്ക് നമ്മൾ പവർ എത്തിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? കണക്ടിംഗ് റോഡ് വഴി ക്രാങ്കിലേക്ക് നമ്മൾ എന്തിനെത്തിക്കുന്നുണ്ട്? പവറിനെ എത്തിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? കണക്ടിംഗ് റോഡ് വഴി പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇതിനെ എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നുണ്ട്. ആ സ്ട്രോക്കിൽ എന്തായിരിക്കും? പിസ്റ്റൺ അവിടേക്ക് മൂവ് ചെയ്യുന്നത് TDC to BDC ആണ്. രണ്ട് വാൾവും എന്തായിരിക്കും? ക്ലോസ്ഡ് കണ്ടീഷൻ ആണ്. വാൾവ് കണ്ടീഷനും പിസ്റ്റൺ മൂവ്മെന്റും എന്താണ്? നമ്മൾ പെട്രോൾ എഞ്ചിൻ എന്താണോ പഠിച്ചത് സെയിം സംഭവം തന്നെയായിരിക്കും എവിടെയും വരുന്നത്. നമ്മുടെ ഡീസൽ എഞ്ചിന് വരുന്നത് യാതൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ ആണല്ലോ? അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി എന്താ സംഭവിക്കുന്നത്? ലാസ്റ്റ് സ്ട്രോക്ക് ഏതാ? പിസ്റ്റൺ എവിടേക്ക് മൂവ് ചെയ്യും? BDC നിന്ന് വീണ്ടും മേലോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പെട്രോൾ എഞ്ചിൻ എന്താണോ പഠിച്ചത് സെയിം സംഭവം തന്നെ. ആ മേലോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഏത് വാൾവ് ഓപ്പൺ ചെയ്യും? നമ്മുടെ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ചെയ്യും. അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് കളയുന്നുണ്ട്. അത്ര തന്നെ. അത് സെയിം സംഭവം തന്നെ, യാതൊരു വ്യത്യാസമില്ല. രണ്ട് ചേഞ്ചുകൾ മാത്രമേ ഉള്ളൂ. എവിടെയൊക്കെ ചേഞ്ചുകൾ വരുന്നത്? നമ്മുടെ സക്ഷൻ സ്ട്രോക്കിലും കംപ്രഷൻ സ്ട്രോക്കിലും. സക്ഷൻ സ്ട്രോക്കിൽ എന്ത് മാത്രമേ എൻ്റർ ചെയ്യുന്നുള്ളൂ? എയർ മാത്രമേ എൻ്റർ ചെയ്യുന്നുള്ളൂ. അതേപോലെ കംപ്രഷൻ സ്ട്രോക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? എയറിനെ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ് ആയിട്ട് ഡീസലിനെയാണ് സ്പ്രേ ചെയ്യുന്നത്. ഈ മൈന്യൂട്ട് ഡ്രോപ്ലെറ്റ് ഡീസലുമായിട്ട് എന്ത് കോൺടാക്ട് വരുന്നുണ്ട്? എയർ കോൺടാക്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് എന്താണ്? കംപ്രഷൻ കാരണമാണ് ഫ്യൂൽ ഇവിടെ ബേൺ ചെയ്യുന്നത് അല്ലെ? കംപ്രഷൻ പ്രഷറും ടെമ്പറേച്ചറും കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്യൂലിനെ ഇവിടെ ബേൺ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് CI എഞ്ചിൻ. CI എഞ്ചിൻ അല്ലെങ്കിൽ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറയും. കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡീസൽ എഞ്ചിൻ. ഓക്കെ ആണല്ലോ? ഇപ്പൊ നമ്മൾ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനും പഠിച്ചിട്ടുണ്ട്, ഡീസൽ എഞ്ചിനും പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? എല്ലാവർക്കും പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും രണ്ടും സെയിം സാധനം തന്നെ, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു നോട്ടായിട്ട് നിങ്ങൾ എഴുതി വെച്ചോ. സൈഡ് ഒരു നോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു നോട്ടായിട്ടാണ് ലെറ്റ് എക്സാംസിനൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഒരു തവണ നമ്മുടെ ഈ ക്രാങ്ക് അല്ലെങ്കിൽ ഒരു തവണ പിസ്റ്റൺ TDC മുതൽ BDC വരെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ BDCയിൽ നിന്ന് വീണ്ടും TDCയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വൈസ് വേഴ്സ, ഒരു തവണ പിസ്റ്റൺ മുകളിൽ നിന്ന് TDC മുതൽ BDC വരെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ക്രാങ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കില്ല. ആ ക്രാങ്ക് 180 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുക. 180 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുക. ഒരു തവണ പിസ്റ്റൺ എവിടുന്ന് എവിടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത്? TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞോ, ഇവിടെ എത്ര സ്ട്രോക്ക് ഉണ്ട്? 4 സ്ട്രോക്ക് ഉണ്ട്. 4 സ്ട്രോക്കിലും എന്ത് ചെയ്യുന്നുണ്ട്? പിസ്റ്റൺ ഒന്നെങ്കിൽ TDC മുതൽ BDC അല്ലെങ്കിൽ BDC നിന്ന് TDCയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ക്രാങ്കിന് എത്ര റെവല്യൂഷൻ ഉണ്ടാകും? ഒരു തവണ മൂവ് ചെയ്യുന്ന സമയത്ത് 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 4 തവണയാണെങ്കിൽ ക്രാങ്ക് എത്ര തവണ റൊട്ടേറ്റ് ചെയ്യും? 2 തവണ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനെ 2 തവണ കംപ്ലീറ്റ് റെവല്യൂഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ? ഒരൊറ്റ പവർ സ്ട്രോക്ക് കിട്ടുന്നുള്ളൂ. ഒരു പവർ സ്ട്രോക്ക് അല്ലെ? സക്ഷൻ, കംപ്രഷൻ, എക്സ്പാൻഷൻ ആൻഡ് എക്സോസ്റ്റ്. അതിലാകെ ഒരൊറ്റ പവർ സ്ട്രോക്ക് അല്ലെ? എക്സ്പാൻഷൻ സ്ട്രോക്കിൽ മാത്രമേ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ? നമ്മുടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 4 സ്ട്രോക്ക് ഓഫ് ദ പിസ്റ്റൺ അല്ലെങ്കിൽ 2 revolution of crankshaft produced 1 power stroke അല്ലെ? ഇപ്പൊ 4 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ 4 സ്ട്രോക്ക് ഉണ്ടാകും. ക്രാങ്ക് എത്ര തവണ റൊട്ടേറ്റ് ചെയ്യുന്നത്? 2 തവണ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? ഒരു പവർ സ്ട്രോക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് 2 സ്ട്രോക്ക് പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് കമ്പയർ ചെയ്ത് ചെയ്യേണ്ടി വരും. ഒന്ന് മൈൻഡിൽ വെക്കാം. 2 തവണ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? ഒരു പവർ സ്ട്രോക്ക് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഏതില്? 4 സ്ട്രോക്ക് എഞ്ചിൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഫിഗറും കാര്യങ്ങളും ഒന്ന് നോക്കുക. അപ്പൊ സെയിം സംഭവം തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒന്ന് നോക്കിയേ മക്കളെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ നോക്കിയേ. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 കോളം വരച്ചേടാം. 2 കോളം വരച്ച് നമ്മുടെ നോട്ടില് 2 കോളം വരച്ചോ. എന്നിട്ട് 2 കോളത്തിൽ എഴുതിക്കോ എന്താണ്? പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും, SI എഞ്ചിനും CI എഞ്ചിനും മെയിൻ ഡിഫറൻസുകളൊക്കെ എഴുതിക്കേ. മെയിൻ ഡിഫറൻസുകൾ എന്തൊക്കെ വരുന്നത്? ഫസ്റ്റ് നമുക്ക് സക്ഷൻ സ്ട്രോക്കിന് എടുക്കാം. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ എന്തായിരുന്നു എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് സക്ഷൻ സ്ട്രോക്കിൽ? എയർ ഫ്യൂൽ മിക്സ്ചർ എൻ്റർ ഇൻ ദ സ്ട്രോക്ക്. നിങ്ങൾ ഒന്ന് നോക്കിയേ, ആ കമ്പാരിസൺ ടേബിൾ നോക്കിയേ. ഫസ്റ്റ് സ്ട്രോക്കിൽ എന്താ വരുന്നത്? എയർ ഫ്യൂൽ മിക്സ്ചർ ഇൻ ദ സക്ഷൻ സ്ട്രോക്ക്. ഡീസൽ ആണെങ്കിൽ എന്തായിരിക്കും? ഓൺലി എയർ എൻ്റർ ഇൻ ദ സക്ഷൻ സ്ട്രോക്ക്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എയർ ഫ്യൂലും കൂടി മിക്സ് ചെയ്യുന്ന ഡിവൈസ് ചെയ്യുന്ന അടുത്ത കമ്പാരിസൺ, എയർ ഫ്യൂലും കൂടി മിക്സ് ചെയ്യുന്ന ഡിവൈസ് കാർബറേറ്റർ ഈസ് പ്രസന്റ് ഇൻ ദ ഏത്? നമ്മുടെ പെട്രോൾ എഞ്ചിൻ. ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ കാർബറേറ്റർ ഈസ് ആബ്സെൻസ്. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്? അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. പക്ഷെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സൈക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓട്ടോ സൈക്കിൾ. പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ. നമ്മൾ ഓട്ടോ അല്ല, OTTO ഓട്ടോ ആണ് കേട്ടോ.
പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സൈക്കിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോ സൈക്കിൾ. ആ പേര് ഒന്ന് ശ്രദ്ധിക്കണേ. ഓട്ടോ സൈക്കിൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിൽ പഠിക്കാനുള്ളതാണ് ഓട്ടോ സൈക്കിൾ. അതേപോലെ ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സൈക്കിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീസൽ സൈക്കിൾ. ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സൈക്കിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീസൽ സൈക്കിൾ. അതേപോലെ എങ്ങനെയാണ് നമ്മൾ ഫ്യൂവൽ ഇഗ്നൈറ്റ് ചെയ്യുന്നത്? സ്പാർക്ക് പ്ലഗ് വെച്ചിട്ട്. ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ എന്തായിരുന്നു നമ്മൾ ഫ്യൂവൽ ഇഞ്ചക്ടർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്യൂവലിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നത്. അതേപോലെ കംപ്രഷൻ റേഷ്യോ ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ കംപ്രഷൻ റേഷ്യോ എത്രയായിരുന്നു? 6 മുതൽ 10 വരെ. ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ എത്രയായിരുന്നു? 15 മുതൽ 27 വരെ. ഓക്കെ. അതേപോലെ അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതിക്കോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് സ്റ്റാർ മാർക്ക് ഇട്ടിട്ട് എഴുതി വെച്ചോ. അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ സ്ട്രോക്ക്, പെട്രോൾ എഞ്ചിൻ അണ്ടറിലാണ് അത് നോക്കിയേ. അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ സ്ട്രോക്ക് പ്രഷർ ഈസ് അബൌട്ട് 10 bar. പ്രഷർ എത്രയാണ് വരുന്നത്? 10 bar ആണ് വരുന്നത്. ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 250 മുതൽ 300 ഡിഗ്രി സെൽഷ്യസിന്റെ ഇടയിലാണ് വരുന്നത് പെട്രോൾ എഞ്ചിൻ കേട്ടോ. അതേ കേസിൽ ഡീസൽ എഞ്ചിൻ ആണല്ലോ. അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ സ്ട്രോക്ക് കേട്ടോ. കംപ്രഷൻ സ്ട്രോക്കിന്റെ എൻഡിലാണ് ഒന്നിൽ സ്പാർക്ക് കൊടുക്കുന്നത്, മറ്റേതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ സ്ട്രോക്ക് നമ്മുടെ എന്തിന്റെ കേസിൽ? ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ എത്രയാണ് വരുന്നത് നോക്കിയേ? 35 bar ആണ് വരുന്നത്. ഏകദേശം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 600 മുതൽ 700 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ ടെമ്പറേച്ചർ പറയാറ്. ഓക്കെ ആണല്ലോ. അതേപോലെ നമുക്ക് എന്താണ് പൊല്യൂഷൻ എവിടെയാണ് കൂടുതൽ വരുന്നത്? പൊല്യൂഷൻ നമുക്ക് കൂടുതൽ വരുന്നത് ഏതാണ്? ഡീസൽ എഞ്ചിന്റെ പൊല്യൂഷൻ കൂടുതലായിരിക്കും, പെട്രോൾ എഞ്ചിന്റെ പൊല്യൂഷൻ കുറവായിരിക്കും. പിന്നെ എന്താണ് നമ്മുടെ പെട്രോൾ എഞ്ചിന്റെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഹൈ സ്പീഡ് എഞ്ചിൻ എന്നാണ് പറയുന്നത്. ഹൈ സ്പീഡ് എഞ്ചിൻ എന്നാണ് പൊതുവെ നമ്മൾ പെട്രോൾ എഞ്ചിനെ പറയാറ്. അതേപോലെ ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് ഹെവി ലോഡഡ് എഞ്ചിൻ എന്നാണ് പറയുന്നത്. ഹെവി ലോഡഡ് എഞ്ചിൻ. ഓക്കെ ആണല്ലോ. അതേപോലെ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ നമുക്ക് ഈസി ടു സ്റ്റാർട്ട് എന്ന് പറയും, പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ടു സ്റ്റാർട്ട് ആയിരിക്കും. മെയിൻ ഡിഫറൻസ് ആണ് പറയുന്നത്, ഡിഫിക്കൽട്ട് ടു സ്റ്റാർട്ട് ആയിരിക്കും. അതേപോലെ അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഹൈ കംപ്രഷൻ റേഷ്യോ ആണ് കേട്ടോ. അതേപോലെ എന്തായിരിക്കും? പൊല്യൂഷൻ എവിടെയെങ്കിലും കൂടുതൽ? പെട്രോൾ എഞ്ചിനിൽ കുറവായിരിക്കും, ഡീസൽ എഞ്ചിനിലെ പൊല്യൂഷൻ കൂടുതലായിരിക്കും. ഓക്കെ. എവിടെയൊക്കെ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത്? വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമ്മുടെ എഫിഷ്യൻസി ഏത് എഞ്ചിനായിരിക്കും കൂടുതൽ? പെട്രോൾ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സൈക്കിൾ പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എഫിഷ്യൻസി കൂടുതൽ എവിടെയായിരിക്കും? പെട്രോൾ എഞ്ചിനായിരിക്കും. കുറവ് എവിടെയായിരിക്കും? പെട്രോൾ എഞ്ചിന് എഫിഷ്യൻസി കുറവായിരിക്കും, ഡീസൽ എഞ്ചിൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഏത് കണ്ടീഷനിൽ? നോർമൽ കണ്ടീഷൻ കേട്ടോ. ഒരു സ്പെഷ്യൽ കേസ് വരുന്നുണ്ട്, നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ഡീസൽ എഞ്ചിൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും, പെട്രോൾ എഞ്ചിൽ എന്തായിരിക്കും? എഫിഷ്യൻസി കുറവായിരിക്കും. ഓക്കെ. പിന്നെ എന്താണ് പറയുന്നത്? എവിടെ നമ്മൾ ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നത്? നമ്മുടെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിലായിരിക്കും നമ്മൾ മെയിൻലി എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പെട്രോൾ എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. ഹെവി വെഹിക്കിൾസിലായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾസിലേക്ക് മിക്കവാറും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡീസൽ യൂസ് ചെയ്യുന്നത്. ട്രക്കുകൾ, ബസ്സുകളിലൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീസൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, കാറുകൾ, സ്കൂട്ടറുകളൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ആണ് എന്ത്? ഫ്യൂവലാണ് പെട്രോൾ. ഓക്കെ ആണല്ലോ. അപ്പൊ പെട്രോൾ എഞ്ചിന്റെ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ പഠിച്ചു, 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ പഠിച്ചു. അതിന്റെ പെട്രോൾ എഞ്ചിന്റെയും ഡീസൽ എഞ്ചിന്റെയും മെയിൻ എന്താണ് ഡിഫറൻസുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്മുടെ സൈക്കിൾസ് ആണ് കേട്ടോ. സൈക്കിൾസ്, എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ്. എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് ആണ്. ആ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസിൽ നമുക്ക് കാർനോട്ട് സൈക്കിൾ ഉണ്ട്, ഓട്ടോ സൈക്കിൾ ഉണ്ട്, ഡീസൽ സൈക്കിൾ പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ.